അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അമല് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുമ്പോൾ ആരോടും സംസാരിക്കാതെ ഇഖ്ലാസോടുകൂടി അദബോടുകൂടി നിങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും. എളുപ്പത്തിൽ അള്ളാഹു സാധിപ്പിച്ചു തരും. അതിനുള്ള വഴി തുറന്നു കിട്ടും. നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അത്രക്കും മഹത്വമുള്ള ഒരു അമലാണ് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ നടന്നു കിട്ടും. സാമ്പത്തിക മുന്നോട്ടം കിട്ടും. എല്ലാം തികഞ്ഞവരായിട്ട് തന്നെ ആരും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് അസുഖമുണ്ടാവും, അല്ലെ മക്കളുണ്ടാവില്ല, അല്ലെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. മക്കളുണ്ടെങ്കിൽ സമ്പത്തുണ്ടാവില്ല, ദാരിദ്ര്യമുണ്ടാവും, കടങ്ങളുണ്ടാവും. എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. എന്തുമാവട്ടെ, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം, അസുഖം മാറാന്, അല്ലെങ്കിൽ കടം വീടാന്, സമ്പത്ത് ഉയരാന്, സാലറി വർദ്ധിക്കാന്, അല്ലെങ്കിൽ നമുക്ക് ഭർത്താവിൻ്റെ അടുത്ത് ഗൾഫിൽ പോവാന്, എന്തുമാവട്ടെ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ ആഗ്രഹമാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുക. ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം വേണം. അതുപോലെ ഒരു ദിവസം ചെയ്തിട്ട് ഫലമില്ല എന്ന് പറയരുത്. തുടർച്ചയായിട്ട് ഒരു 21 ദിവസം ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഫലം ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. മഗ്‌രിബ് നിസ്കാര ശേഷം മഗ്‌രിബ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ശേഷം അതിനുള്ള ആ ഒരു നിസ്കാരത്തിൻ്റെ എല്ലാ ദിക്റുകളും നിങ്ങൾ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ചൊല്ലുക. എല്ലാ ദിക്റും നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എന്നിട്ട് പടച്ച റബ്ബിനോട് നിങ്ങളുടെ ആഗ്രഹം ദുആ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, അല്ലാഹ്, ഞാൻ ഈ സൂറത്ത് ഓതുന്നത് എൻ്റെ ഇന്നാലിന്ന ആഗ്രഹം നിറവേറാനാണ്. എൻ്റെ ആഗ്രഹം നീ പൂർത്തീകരിച്ച് തരണേ, ഹൈറാണെങ്കിൽ എന്ന് ദുആ ചെയ്യുക. എന്നിട്ട് ആ ഒരു മഗ്‌രിബ് നിസ്കാര ശേഷം നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായലിരുന്നു കൊണ്ട് 40 ഫാത്തിഹ സൂറത്ത് ഓതുക. 40 ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഇഖ്ലാസോട് കൂടി ആരോടും സംസാരിക്കാതെ കിബിലക്ക് മുന്നിട്ട് ഫാത്തിഹയിൽ അക്ഷരത്തെറ്റൊന്നും വരാതെ നമ്മൾ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് മഗ്‌രിബ് നിസ്കാര ശേഷം നിങ്ങൾ പാരായണം ചെയ്യുക 40 പ്രാവശ്യം. എന്നിട്ട് ശേഷം നിങ്ങൾ നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലുക. നബിയുടെ ഹളറത്തിലേക്ക് നേർച്ച വെച്ച് നിങ്ങൾക്ക് കഴിയുന്നത്ര ഒരു 100, 113 അല്ലെങ്കിൽ 21 സ്വലാത്ത് ചൊല്ലുക. കഴിയുന്നത്ര ചൊല്ലുക. എണ്ണം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് അള്ളാഹുവിനോട് ആ ഒരു നിസ്കാരപ്പായലിരുന്നിട്ട് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ല ഫലമായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്തിട്ട് ദിവസം മഗ്‌രിബിന് ശേഷം ഇതുപോലെ ചെയ്യുക. ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ഹലാലായ മുറാദുകൾ നടന്നു കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമൊന്നും വരില്ല. ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് മാറ്റി വെച്ചൂടെ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് വെറുതെ ആണെന്ന് വിചാരിക്കരുത്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ഇസ്ലാമിക വഴിയാണ്. ഈ ഒരു രൂപത്തിൽ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.